നാടോടുമ്പോൾ നടുവയോടും എന്ന് പറയുന്നത് ലഹരിക്ക് ഓരോ പുതിയ പുതിയ പേരുകളായി പുതിയ പുതിയ അപ്ഡേഷൻസ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. പുള്ളിയാണ് ആദ്യമായിട്ട് ഷൈൻ ടോം ചാക്കോന്റെ പേരെടുത്ത് പറയുന്നത്. വിൻസി അല്ലായിരുന്നു ഒരിക്കലും ആ പേര് പറഞ്ഞത്. അപ്പോൾ ഇവരും പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഈ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇവർ ഡയറക്റ്റ് ആയിട്ട് അതിനെ എതിർക്കുകയാണ് ചെയ്തതെന്നുള്ളത്. തൻ്റെ സെറ്റിൽ ലഹരി പാടില്ല എന്ന് അവർ തീരുമാനിക്കുകയാണ് എങ്കിൽ ഒരാളും വന്നിട്ട് എന്താ നിങ്ങളുടെ അഭിനേതാവിന് അത് ആവശ്യമുള്ളത് കൊണ്ടാണെന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല. വേണ്ട എന്ന് വെക്കേണ്ടത് അവരവർ തന്നെയല്ലേ. അതിൽ ഈ ഇടയായിട്ട് ഇപ്പം സിനിമാ ലോകത്ത് നിന്ന് ഒരുപാട് മയക്കുമരുന്നുകളും അങ്ങനെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമാണോ ഇത് ഇത്രയും കൂടിയത്? ഇത് പണ്ട് മുതലേ ഇതുണ്ടോ? ലഹരി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയില്ലേ കാലഘട്ടം അനുസരിച്ചിട്ട് നാടോടുമ്പോൾ നടുവയോടും എന്ന് പറയുന്നത് ലഹരിക്ക് ഓരോ പുതിയ പുതിയ പേരുകളായി പുതിയ പുതിയ അപ്ഡേഷൻസ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. പണ്ടും ലഹരി ഉണ്ടായിരുന്നു, ഇന്നും ലഹരി ഉണ്ട്. ലഹരി പണ്ടും ഉണ്ട് ഇന്നും ഉണ്ട്. സിനിമാ ലോകത്തിൽ ഇത്രയും വലുതായിട്ട് ഉണ്ടായിരുന്നു. ഇത്രയും ഇത് ഉണ്ടായോ എന്ന് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ നേരത്തെ ഞാൻ ഈ പറഞ്ഞ അപ്ഡേഷൻസ് ഇല്ലേ, ഈ അപ്ഡേഷൻസ് പ്രകാരമായിട്ട് ഇപ്പോൾ ഒരാളോടൊരു വിവാദം നമ്മൾ നേരത്തെ ഡയറക്റ്റ് പോയി കേസൊക്കെ ഫയൽ ചെയ്യില്ലേ, അതിൻ്റെ അപ്പുറത്തേക്കും ഈ മീറ്റു ഒക്കെ വരുന്ന സമയത്ത് കൂടുതലായിട്ടും കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? മീറ്റുവിൻ്റെ ഒരു ആരംഭഘട്ടം ഒരു ട്രെൻഡിങ് ആയിരുന്നു. അതേപോലെ തന്നെ ആയിരുന്നു. കാരണം ഈ പണ്ട് ഈ ലഹരി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റിൻ്റെ അകത്ത് തന്നെ ആയിരിക്കാം പലപ്പോഴും അതിൻ്റെ അകത്ത് തന്നെ തീർക്കപ്പെടും എന്നുള്ളതാണ്. പുറത്തേക്ക് അങ്ങനെ അറിയുന്നത് കുറവായിരുന്നു. എന്നുവെച്ചാൽ പല സിനിമകളും പലരുടെയും ഈ ലൈഫ് സ്റ്റോറിയൊക്കെ എടുക്കൂലേ, ഈ ബയോഗ്രഫിയൊക്കെ സിനിമകളാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവരുടെ സിനിമാ സെറ്റിലുള്ള അനുഭവങ്ങൾ, അതിനകത്തിൽ അവരുടെ പേഴ്സണലായിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള ഈ സ്ത്രീ അധിക്ഷേപങ്ങളല്ലേ, വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം അല്ലെങ്കിൽ മറ്റ് അബ്യൂസുകൾ, ഇതൊക്കെ ആ ഒരു ഫിലിമിലൂടെ അവർ പറഞ്ഞു പല രീതിയിൽ ആ ഒരു കോറിനെ അവതരിപ്പിച്ചു എന്നുള്ള കണ്ടിട്ടുണ്ട്. കാരണം ഈ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതുക്കി തീർക്കപ്പെടുക അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് അറിയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയില്ലേ. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കേസുകളാണ് പലതും ഹേമ കമ്മിറ്റി രൂപേണയൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ കാലത്ത് അത് ആ സിനിമയ്ക്കകത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാവരും ഭയങ്കര സോഷ്യൽ മീഡിയ അപ്ഡേറ്റഡ് ആണ്. ഒരാളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ രഞ്ജിത്തിൻ്റെ വീട്ടിലൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മാത്രം നിൽക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ ഒരു ലെവലിലേക്കാണ് സോഷ്യൽ മീഡിയ വേൾഡ് വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സിനിമ ഫീൽഡിലേക്ക് ഇപ്പോൾ ആണെങ്കിൽ ഒരാൾ ഓപ്പണായിട്ട് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെയാണ് വന്നത്. ഇപ്പം നമ്മുടെ വിൻസിയുടെ വിഷയം തന്നെ, വിൻസി ഷൈൻ ടോം ചാക്കോൻ്റെ ആ ഒരു ലഹരീൻ്റെ പ്രശ്നം വന്നില്ലേ. അപ്പോൾ അതിനകത്തിൽ തന്നെ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ലഹരി ഉപയോഗിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് നമ്മൾ അറിഞ്ഞത് നമ്മൾ ലൈവായിട്ട് ഇദ്ദേഹത്തിനെ ഒരു ലഹരി പാർട്ടിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങൾ വഴി കണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിനുശേഷം തെളിവുകൾ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല എന്ന് പോലീസ് ഒന്നും പറയുന്നില്ല. പക്ഷെ ആ തെളിവുകൾ നമുക്ക് കോടതിയിലേക്ക് എത്താനും അത് തെളിയിക്കപ്പെടാതെ പോയി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ മോചിപ്പിക്കുന്നത്. അപ്പം ഇതേപോലെ വിൻസിയുടെ ഇഷ്യൂ വന്നപ്പോഴും അതും ആദ്യം വന്നത് എവിടെയാണ്? സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴി പുറത്തേക്കാണ് വന്നത്. അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്ത് അങ്ങനെയൊന്നുമല്ല. ഒരു ഡയറക്ടർ എന്തോ പുള്ളിയാണ് ആദ്യമായിട്ട് ഷൈൻ ടോം ചാക്കോന്റെ പേരെടുത്ത് പറയുന്നത്. വിൻസി അല്ലായിരുന്നു ഒരിക്കലും ആ പേര് പറഞ്ഞത്. അതിനുശേഷമാണ് വിൻസി അദ്ദേഹം അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനുമായിട്ട് വിൻസി വന്നതും. അതും വിൻസി തൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് ഒരു അപ്ഡേഷൻസ് ഉണ്ടായെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ലഹരി എന്നൊക്കെ പറയുന്നത് പണ്ടും ഉണ്ടായിരുന്നു. പലരും പറയുന്നവരാണ് ഈ വിഗ്രഹങ്ങളെയൊക്കെ അടുത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിഗ്രഹങ്ങളും മുടഞ്ഞു പോകുന്നു. ശരിയാണ്, എല്ലാവർക്കും ഇത്തരത്തിലുള്ള സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ഈ ശ്രീനാഥ് ഭാസി ആണെങ്കിലും, കാരണം ഇവർ രണ്ടുപേരും പേരെടുത്ത് പറയാൻ കാരണം കൂടുതലായിട്ടും ലഹരി സംബന്ധമായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടും പോലീസ് പിടിച്ചിട്ടുള്ള ആൾക്കാർ ഇവർ രണ്ടുപേരാണ്. ഈ നമ്മുടെ ശ്രീനാഥ് ഭാസിയുടെ കേസാണെങ്കിൽ അദ്ദേഹത്തിനെ സാക്ഷിയാക്കി എന്നാണ് പറയുന്നത്. ലഹരി സംബന്ധമായിട്ടുള്ള ചാറ്റുകളൊക്കെ കുറെ ലീക്ക് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവർ പേഴ്സണലി ചാറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ഫോണാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ ഇതൊക്കെ എന്ന് പറയുന്നത് വാച്ചബിൾ ആണ്. ഇതൊക്കെ ഒരാൾ അല്ലെങ്കിൽ ഓരോരുത്തർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സൈബർ സെല്ലാണെങ്കിലും ഇവരൊക്കെ നമ്മൾ ഈ ദേശദ്രോഹപരമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അവരെ? ഇതൊക്കെ ഇങ്ങനെ വാച്ചബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കൂടുതലായിട്ട് ആൾക്കാർ അറിയുന്നു. അപ്പോൾ പറയും ഇപ്പോഴാണ് അത് കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ വിൻസിയുടെ ഇഷ്യൂവിൽ തന്നെ മാലാ പാർവതി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു?
എന്നുവെച്ചാൽ സിനിമയിൽ ഇതൊക്കെ നമ്മളുടെ ഇടയിലേക്കും വന്നിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഈ ഒരു രീതിയിലുള്ള ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ബിൻസി കൂടുതലായിട്ട് എടുത്തു പറഞ്ഞത് ആ ഒരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുറേ അധികം ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഇവരും പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഈ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവർ ഡയറക്റ്റായിട്ട് അതിനെ എതിർക്കുകയാണ് ചെയ്തതെന്നുള്ളത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഷൈൻ ടോം ചാക്കോ പറയുന്നുണ്ട് സഹായിക്കണമെന്നെന്തോ ചോദിക്കുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് മാലാപാർവതി പറയുന്നത് ഇപ്പം നമ്മളോട് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഒന്ന് പോടാ, അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയും എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാവാം ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ സിനിമാ മേഖലയിൽ നടന്നിട്ടുണ്ട്. ആ സ്റ്റേജസിലൊക്കെ ഇത് പുറത്തേക്ക് പോവാതെ ഇവരുടെ ഇടയിൽ തന്നെ ഇതൊക്കെ ഇങ്ങനെ സോൾവ് ആയി പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണത് കൂടുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പണ്ട് മുതൽക്ക് ഉള്ളൊരു കാര്യം തന്നെയാണ്. അല്ല എങ്കിലും പഴയതിലും ഇപ്പോൾ ഒരുപാട് കൂടി വരുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? ഇപ്പം ലഹരിയുടെ ഉപയോഗം സിനിമാ ഫീൽഡിൽ തന്നെ അല്ല, സമൂഹത്തിൽ ഒരുപാടായിട്ട് കൂടി. അപ്പം നമ്മൾ കേൾവി പോലും ഇല്ലാത്ത പല മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപാട് കൊച്ചു കുട്ടികളിൽ വരെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ പിന്നെ പഴയതുപോലെ തന്നെയാണ്, ഒരു മാറ്റമില്ലെന്ന്. അപ്ഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്ഡേഷൻ ലെവൽ തന്നെയാണ് അപ്ഡേഷൻ എന്താണ്? അപ്ഡേറ്റ് ചെയ്തെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത് അധികം കാലമായിട്ടല്ലേ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലേ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇപ്പോഴാണ് വെളിപ്പെട്ട് വന്നുണ്ടോ. അല്ല, നമ്മള് കുറച്ചൊരു വർഷം മുമ്പ് ഒക്കെ കഞ്ചാവിനെയായിരുന്നു ഭയങ്കര ഭീതിയോടെ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ ആ ഒരു കഞ്ചാവിന്റെ ഇറയൊക്കെ മാറി ഇപ്പൊ കഞ്ചാവ് പിടിക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവ് ഇത്രയും അളവ് പിടിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 6 ഗ്രാമിൽ താഴെ കൈവശം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇത്രത്തോളം നോളജബിൾ ആയിട്ട് ആൾക്കാർ മാറുന്നത് എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പലർക്കും ഭയങ്കര കോൺഫിഡൻസ് നോർമലൈസ് ചെയ്യപ്പെടുന്നു. ഇതിപ്പോ അതാ കഞ്ചാവ് നോർമലൈസ്ഡ് ആയിട്ട് അതാ പറഞ്ഞേ. അപ്പൊ 6 ഗ്രാം ഇപ്പൊ നമ്മുടെ രാജ്യത്തൊരു റൂൾസ് ഉണ്ട്, ഓരോ രാജ്യങ്ങൾക്ക് ഓരോ റൂൾസ് ഉണ്ട്, അതനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് കഞ്ചാവ് കൈവശം വെക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് റൂളാണ്, അത് തെറ്റാണ്. മാത്രമല്ല നമുക്ക് ഒരു ലഹരിയും കൈവശം വെക്കാനും പാടില്ല. പിന്നെ ഈ പുകവലിക്കുന്നത് പബ്ലിക്കലി പുകവലിക്കാൻ പാടില്ല എന്നൊരു റൂൾ ഉണ്ട്. അത് പലപ്പോഴും തന്നെ എല്ലാവരും അതൊരു റൂളായിട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ എല്ലായിടത്തും കാണാറുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇത് നമ്മള് ഈ ഒരു വലിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള കാര്യമാണ്. നമുക്ക് പുകവലിക്കാൻ പാടില്ല എന്നല്ല, പൊതു ഇടങ്ങളിൽ പുകവലിക്കാൻ പാടില്ല എന്നല്ല, പുകവലിക്കാൻ പാടില്ല. അത് നല്ലൊരു കാര്യമല്ല. അത് പബ്ലിക് പ്ലേസ് എന്നല്ല, എവിടെയാണെങ്കിലും പുകവലി നല്ല ശീലമല്ല. അത് പറഞ്ഞു പബ്ലിക്ക് മാത്രമായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ വീട്ടിലിരുന്ന് വലിക്കുന്ന പബ്ലിക്കില് വലിച്ചാലേ കുഴപ്പമുള്ളൂ, വീട്ടിലിരുന്ന് എനിക്ക് വലിക്കാം, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിൽ എനിക്ക് വലിക്കാം. എങ്ങനെ എവിടെ ആണെങ്കിലും പുകവലി ആരോഗ്യത്തിന് നല്ലതല്ല, അത് അതിൽ തന്നെ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു നമ്മൾ ഇവിടെ ഉള്ള ഒരാള് പോയി പുറം രാജ്യങ്ങളിൽ പോയി ഇവിടെ കാണുന്ന പോലെ ചായപ്പടികയുടെ മുമ്പിൽ നിന്ന് വലിക്കുന്ന പോലെ അവിടെ പോയി നിന്ന് വലിച്ചു കഴിഞ്ഞാൽ സ്പോട്ടില് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും, നല്ല പിഴയും ചുമത്തും. ഒരിക്കലും ഇതൊന്നും നോർമലൈസ് ചെയ്യരുത്. ഇപ്പൊ വലിയ രാജ്യങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ലഹരിയുടെ ഉപയോഗമൊക്കെ നമ്മൾ മാക്സിമം ഇനി വരുന്ന തലമുറയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ നോക്കണം. ഇതിപ്പോ സിനിമാക്കാരുടെ ഇതൊക്കെ വലിയ വലിയ വാർത്ത ആകുമ്പോഴത്തേക്കും, സിനിമയിലൊരു സീനകത്തില് ഹീറോ ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കാണിക്കുന്നു. അത് നമ്മൾ ഇപ്പോൾ റീൽസുകളുടെയും ടിക്ടോക്ക് കഴിഞ്ഞു റീൽസുകളുടെ ഒക്കെ കാലമാണ്. അപ്പോൾ ഈ ഒരു വേർഷൻ അപ്പുറത്ത് അഭിനയിക്കുന്നു. ആ ഒരു രീതിയിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് പോകുന്നത്. കാരണം പല റീൽസ് കാണുമ്പോഴും നമുക്കറിയാം ഇത്ര മാരകമായിട്ടൊക്കെ ആയുധങ്ങൾ പലതും ഈ വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇതെങ്ങനെയാണ് ആ ഒരു അത് അനുകരണമാണ്, ആക്ടിങ് തന്നെയാണ്. ചിലപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അതൊന്നും ആവില്ല ചെയ്യുന്നത്. ഈ സിഗരറ്റൊക്കെ വലിക്കുന്ന സീൻസ് അല്ലേ, അതൊക്കെ കറക്റ്റ് അവരിരുന്ന് വലിക്കുമൊന്നും അല്ല. പക്ഷെ ഇപ്പുറത്ത് ചെയ്യുമ്പോൾ എന്തായിരിക്കും, കറക്റ്റ് ആയിട്ട് അത് വലിച്ചിട്ട് തന്നെ ആയിരിക്കാം ഈ റീൽസും ഷോർട്സും ഒക്കെ ഇടുന്നത്. അതെ, സോഷ്യൽ മീഡിയ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരുപാട് ഒരു ഹീറോയിസ്റ്റിക് ഒരു രീതിയിൽ ഈ സിഗരറ്റ് വലിച്ചാലേ ഹീറോയിക് ആവോ കാര്യങ്ങളോ ഇങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വെറുതെ സ്വന്തം ശരീരവും മറ്റുള്ളവരുടെ ശരീരവും ചീത്തയായിക്കൊണ്ടിരിക്കുക. പക്ഷെ സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം ലഹരി എന്റെ ഷൂട്ടിംഗ് സെറ്റില് ലഹരി ഉറപ്പാക്കേണ്ട കാര്യം ഇതാണ്.
നിവിൻ പോളിയുടെ കേസ് നമ്മൾ കേട്ടാണ്. പക്ഷെ അതിന്റെ ഒരു സാധുതാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യ അവസ്ഥയിലേക്ക് നമുക്ക് കൃത്യമായി ഇറങ്ങി ചെല്ലാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റാത്തത് അതാണ് ചർച്ച ചെയ്യാൻ പറ്റാത്തത്. കാരണം പ്രൊഡ്യൂസറിന്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യം പറയുന്നു, അതേപോലെ അതിന്റെ നായകനായിരുന്ന അല്ലെങ്കിൽ അഭിനേതാവായിരുന്ന നിവിൻ പോളിയുടെ ഭാഗത്തു നിന്ന് ഒരു കാര്യം പറയുന്നു. പക്ഷെ നിവിൻ പോളി ആ പറയുന്നത് സത്യമാണെങ്കിൽ അതാണ് നമ്മൾ ആ ഒരു നിലപാടിലായിരിക്കണം എല്ലാവരും നിൽക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ അഭിനേതാക്കളും അല്ലെങ്കിൽ എല്ലാ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും തന്റെ സെറ്റിൽ ലഹരി പാടില്ല എന്ന് അവർ തീരുമാനിക്കുകയാണ് എങ്കിൽ ഒരാളും വന്നിട്ട് എന്താ നിങ്ങളുടെ അഭിനേതാവിന് അത് ആവശ്യമുള്ളത് കൊണ്ടാണെന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല. വേണ്ട എന്ന് വെക്കേണ്ടത് അവരവർ തന്നെയല്ലേ. അതെ തീർച്ചയായിട്ടും. ഇതിപ്പോ എന്താ പറയാ, എല്ലാവരിലും എത്തിക്കഴിഞ്ഞു. ഇപ്പൊ കൊച്ചു കുട്ടികൾ വരെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുക. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ആ ക്യൂരിയോസിറ്റിയൊക്കെ ഉള്ള ഒരു പ്രായം എന്ന സമയത്ത് ഇത് എന്താണെന്ന് അറിയാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് മാക്സിമം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. ഇനിയിപ്പം വളർന്നു വരുന്ന തലമുറയുടെയും കൂടെ ആവശ്യമാണ്. അത് എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ വേണം ഇനി വരുന്ന തലമുറയ്ക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചുറ്റുപാട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഈ ലഹരി ഇല്ലാതാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.